പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്നുള്ള ചാപ്റ്ററിലെ നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരെയുള്ള കാര്യങ്ങൾ, ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ലിങ്കുകൾ അയച്ചു തന്നിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കൈറ്റ് വിക്ടേഴ്സിൻ്റെയും ക്ലാസ് കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ പറയുന്നത് അത് ആദ്യം മുതൽ ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരെയുള്ള കാര്യങ്ങളുടെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് പെട്ടെന്ന് നൽകുന്നത്. ഇതിന് ശേഷം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും വർക്കൗട്ടുകളും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, തരാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് തന്നിരുന്നു, കുറച്ച് ആളുകൾ ആൻസർ ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. ചാപ്റ്ററിൻ്റെ പേര് അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ് എന്നാണ്. നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇയറിൽ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ച 2-3 കാര്യങ്ങളാണ് ആമുഖമായിട്ട് പറയുന്നത്. എന്താണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്നും അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന്. പാർട്ട്ണർഷിപ്പ് എന്താണെന്ന് നമുക്കറിയാം. 2-ലധികം വ്യക്തികൾ ചേർന്ന് രൂപീകരിക്കുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ഓറൽ ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടായിരിക്കാം, എഴുതി തയ്യാറാക്കിയിട്ടുള്ളതോ അല്ലെങ്കിൽ വാക്കാലുള്ളതായിട്ടുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമാകുന്ന നിയമപരമായ ഒരു സംവിധാനമാണ് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ആക്ട് രൂപീകരിക്കുന്നത് 1932 1932. ഈ 1932 ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ സെക്ഷൻ 4 ഒരു പാർട്ട്ണർഷിപ്പ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ നൽകുന്നത്. അതിൽ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺ ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് കാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതോ അല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വേണ്ടി ഒരാൾ ഏറ്റെടുത്ത് നടത്തുന്നതോ ആയിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാഭനഷ്ടങ്ങൾ പങ്കിട്ടെടുക്കാൻ തീരുമാനിക്കുന്ന ഒരു ബിസിനസ് സംവിധാനമാണ് ഇവിടെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, പാർട്ട്ണർഷിപ്പ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് നമുക്കറിയാവുന്നതാണ്, കഴിഞ്ഞ വർഷം പഠിച്ചത് അത് തന്നെയാണ്. 2 അതിലധികമോ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, മറ്റൊന്ന് നിയമപരമായ ഒരു ബിസിനസ്സാണ് തുടങ്ങുന്നത്, റിസ്ക് ഏറ്റെടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ലാഭം പങ്കിട്ടെടുക്കുന്നുണ്ട്, ഒരു ഏജൻസി റിലേഷൻഷിപ്പാണ് ഇവിടെ ഉണ്ടാകുന്നത്, മറ്റൊന്ന് ലാബിലിറ്റി, ബാധ്യത അൺലിമിറ്റഡ് ആണ്, നമ്മുടെ ഷെയർ അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു ഷെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളുടെ പാർട്ട്ണർ എന്നുള്ള ഒരു പൊസിഷൻ കൈമാറ്റം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങളുണ്ട്, മറ്റൊന്ന് ഷെയർഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ, എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നടത്തുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നതും അതേപോലെ തന്നെ എല്ലാ പാർട്ട്നേഴ്സും കൂടെ യോജിച്ച തീരുമാനത്തിലാണ്. കണ്ടിന്യൂറ്റി, തുടർച്ചയുണ്ട് ബിസിനസ്സിന്. മറ്റൊന്ന് രജിസ്ട്രേഷൻ, ഒരു ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യേണ്ടതുണ്ട്, രജിസ്ട്രേഷനാണ് ചെയ്യുന്നതാണ് നല്ലത്. നിർബന്ധമായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് അതിൽ പറയുന്നത്. അടുത്തത് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭരണഘടനയെയാണ് ചാർട്ടർ, ആർട്ടിക്കിൾസ് എന്നൊക്കെ പറയും. നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയും പാർട്ട്ണർഷിപ്പ് ഡീഡിനെ, അല്ലെങ്കിൽ ചാർട്ടർ എന്നൊക്കെ പറയും. ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ ഭരണഘടനയെയാണ് എന്ത് വിളിക്കുന്നത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് വിളിക്കുന്നത്. ഒരു പാർട്ട്ണർഷിപ്പിൽ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയി ഉൾപ്പെടുത്തുന്നത്, അതാണെന്ത് ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. 2 രീതിയിൽ അഗ്രിമെൻ്റ് ആവാം എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് വാക്കാലുള്ള കരാറ്, ഓറൽ ആൻഡ് റിട്ടൺ, എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. വാക്കാലുള്ള കരാറ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്നറിയപ്പെടില്ല. എഴുതി തയ്യാറാക്കിയിട്ടുള്ള കരാറിന് വിളിക്കുന്ന പേരാണെന്ത്, പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതും നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് നമുക്കറിയാവുന്നതാണ്. എന്തെല്ലാമാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുന്നതെന്ന്. ഒരു പാർട്ട്ണറുടെ പേര്, അഡ്രസ്സ്, സ്ഥാപനത്തിൻ്റെ പേര്, അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ബിസിനസ്സാണ് ഈ സ്ഥാപനം കൈകാര്യം ചെയ്യുന്നത്,
ഓരോരുത്തരും കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണ്, ഇവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന റേഷ്യോ എന്താണ്, ഒരു പാർട്ട്ണർഷിപ്പിന് കാലാവധി ഉണ്ടെങ്കിൽ അത്തരം പാർട്ട്ണർഷിപ്പിൽ കാലാവധി എത്രയാണ്, ഓരോ പാർട്ട്ണർക്കും പിൻവലിക്കാൻ കഴിയുന്ന തുക എത്രയാണ് എന്നുള്ളത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കുന്ന സാലറി, കമ്മീഷൻ, പാർട്ട്നേഴ്സിന് ചിലപ്പോൾ സാലറിയോ കമ്മീഷനോ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്രയാണെന്ന് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സൂചിപ്പിച്ചിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റലിന് മുകളിലുള്ള ഇൻട്രസ്റ്റ്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്, ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും എത്രയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇതിൽ പറഞ്ഞിരിക്കും. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്നേഴ്സ് പിൻവലിക്കുന്ന തുകയ്ക്ക് മേലെ എത്ര പെർസെൻറ്റേജ് ആണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളും ഏതിലുണ്ടായിരിക്കും, പാർട്ട്ണർഷിപ്പ് ഡീഡിലുണ്ടായിരിക്കും. ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെ കണ്ടൻസ് ആയിട്ട് വരാറുണ്ട്, ഉൾപ്പെടുത്താറുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് സ്ഥിരമായിട്ട് എല്ലാവരും ഉൾപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളും നമുക്ക് ആവശ്യമെന്ന് തോന്നുന്നത് ഓരോ പാർട്ട്ണർഷിപ്പ് ഡീഡിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. റൂൾസ് ആപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ചില പ്രത്യേക വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി പറയുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയുന്നത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റിലാണ്. അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല എങ്കിൽ നമ്മൾ നേരെ നോക്കേണ്ടത് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്റ്റാണ് ബേസ് ചെയ്യേണ്ടത്. പാർട്ട്ണർഷിപ്പ് ആക്റ്റിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത്. അതാണ് ഇവിടെ 5 വിഷയത്തെക്കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. അതിലൊന്നാമത്തേത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തുല്യമായി വീതിക്കണം എന്നാണ് പറയുന്നത്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നില്ല എങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തുല്യമായി വീതിച്ചിരിക്കണം. അപ്പോൾ ക്യാപിറ്റൽ ചിലപ്പോൾ കൊണ്ടുവന്ന ക്യാപിറ്റലൊക്കെ എത്ര ഡിഫറൻസ് ഉണ്ടെങ്കിലും ക്യാപിറ്റലിന്റെ അനുപാതത്തിൽ വീതിക്കാൻ കഴിയില്ല. മറിച്ച് ഏത് തന്നെ പറ്റുള്ളൂ, ഈക്വൽ ആയിട്ട് വീതിക്കുക മാത്രമേ പറ്റൂ. മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന് സാലറി ഓർ കമ്മീഷൻ, പാർട്ട്ണർക്ക് കൊടുക്കുന്ന സാലറി അല്ലെങ്കിൽ കമ്മീഷൻ, ഇതിനെക്കുറിച്ച് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, അത് അനുവദിക്കേണ്ടതില്ല. മറ്റൊന്ന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചിട്ടും പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുന്നില്ല എങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കേണ്ടത് ഇല്ല, അനുവദിക്കേണ്ട കേസല്ല എന്നാണ് പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നേരത്തെ നിന്നൊക്കെ നോ എന്നുള്ള ആൻസറാണ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണ്ട, സാലറി കൊടുക്കണ്ട, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുക്കണ്ട, കമ്മീഷൻ കൊടുക്കണ്ട, ഇതൊന്നും വേണ്ട. എന്നാൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതായത് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് സ്ഥാപനം ലോണായിട്ട് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത്തരം ലോണിന് മേലെ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ, സാധാരണഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ അതിന് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറയാറുണ്ട്, പറഞ്ഞിട്ടില്ല എങ്കിൽ നിർബന്ധമായും 6% ഇൻട്രസ്റ്റ് നമ്മൾ നിർബന്ധമായും കൊടുത്തിരിക്കണം എന്നാണ് പറയുന്നത്. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ശതമാനം എന്ന് പറയുന്നത് 6% ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തുക നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേം, സ്ഥാപനം കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കടത്തിന് മേലെ 6% ഇൻട്രസ്റ്റ് നിർബന്ധമായും കൊടുത്തിരിക്കണം. ദെൻ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ഏതെല്ലാം രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. നിലവിൽ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് 2 മെത്തേഡുകളാണ് നിലവിലുള്ളത്. ഒന്ന് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നും മറ്റൊന്ന് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും എന്നാണ് പേര്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദിസ് മെത്തേഡ് ഓൺലി 1 അക്കൗണ്ട്, ഈ മെത്തേഡ് പ്രകാരം ഒരൊറ്റ അക്കൗണ്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ അക്കൗണ്ടാണ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം നമ്മൾ തയ്യാറാക്കുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, അതായത് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ മുതലായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
കാണിക്കുന്നത്. അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്യാപിറ്റൽ കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ മാത്രം കാണിച്ചുകൊണ്ട് ഒരൊറ്റ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന സംവിധാനമാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചിങ് എന്നാണ് അർത്ഥം വരുന്നത്. ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്നുള്ള പേര് വരാൻ തന്നെ കാരണം എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഈ അക്കൗണ്ടിൽ കാണിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ വർഷവും ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ ബാലൻസ് വ്യത്യസ്ത എമൗണ്ടുകളായിരിക്കും. അല്ലെങ്കിൽ ഓരോ വർഷത്തെ എമൗണ്ടിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഒക്കെ അടുത്ത വർഷവുമായിട്ട് എന്തുണ്ടാവാം, വ്യത്യാസം ഉണ്ടാവാം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്തിൽ വ്യത്യാസം വരും, ക്യാപിറ്റൽ ബാലൻസിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന പേരിൽ ഇതിനെ അറിയപ്പെടാൻ കാരണം. ദെൻ രണ്ടാമത്തെ മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്നാണ്. ഈ മെത്തേഡ് പ്രകാരം നമ്മൾ 2 അക്കൗണ്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 അക്കൗണ്ടുകളാണ് തയ്യാറാക്കുന്നത്. ഒന്ന് പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടും മറ്റൊന്ന് പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടും. ഇവിടെ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്യാപിറ്റൽ എത്രയാണോ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന ക്യാപിറ്റലും എന്തെങ്കിലും അഡീഷണൽ ക്യാപിറ്റൽ പിന്നീട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്, ക്യാപിറ്റലിൽ നിന്ന് വല്ലതും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഡ്രോയിങ്സ് അല്ല, ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് എവിടെ കാണിക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത്. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും, അതായത് ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കില്ല. അതിന് പകരം അത് പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ട് അതിന്റെ ബാലൻസ് എപ്പോഴും ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. സാധാരണഗതിയിൽ പിൻവലിക്കുകയോ അല്ലെങ്കിൽ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരികയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ മിക്കവാറും സാഹചര്യത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, എല്ലാ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും. കാരണം അതിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ക്യാപിറ്റൽ മാത്രമേ ഉണ്ടാവൂ. എന്നാൽ കറണ്ട് അക്കൗണ്ട് ബാലൻസ് എന്ത് ചെയ്യും, ഓരോ വർഷത്തെയും കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ്, ബാക്കിയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കാണിക്കുന്നതാണല്ലോ കറണ്ട് അക്കൗണ്ട്. കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് ഓരോ വർഷവും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന പേര് വരാൻ കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസിന് എന്ത് ചെയ്യുന്നില്ല, മാറ്റമൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്ത് പേരിൽ അറിയപ്പെടുന്നത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഇനി നമുക്കൊരു ഫോർമാറ്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡ് പ്രകാരമുള്ള. നോക്കൂ, ആദ്യം ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നത് നമ്മൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കുന്നു. ക്യാപിറ്റലിന്റെ ഒരാളുടെ ക്യാപിറ്റൽ എത്രയാണോ ഉള്ളത് വെച്ചാൽ അത് കാണിക്കുന്നു. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുവന്നത് കാണിക്കുന്നു. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ, ഈ ക്രെഡിറ്റ് സൈഡിൽ പാർട്ട്ണർക്ക് കിട്ടാനുള്ളതാണ്, ഡെബിറ്റ് സൈഡിൽ പാർട്ട്ണർ അങ്ങോട്ട് സ്ഥാപനത്തിന് കൊടുക്കാനുള്ളതാണ്. ഇതിനാണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ പ്രത്യേകത. പാർട്ട്ണറുടെ ക്യാപിറ്റലിലേക്ക് വരുന്നതൊക്കെ അല്ലെങ്കിൽ പാർട്ട്ണർക്ക് കിട്ടാനുള്ളതൊക്കെ ക്രെഡിറ്റ് സൈഡിലും അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ളതൊക്കെ ഡെബിറ്റ് സൈഡിലുമാണ് വരുന്നത്. അപ്പൊ നോക്കൂ, ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. സാലറി പാർട്ട്ണർക്ക് കിട്ടുന്നതാണ്. കമ്മീഷനോ അല്ലെങ്കിൽ ബോണസോ അത് ഉണ്ടെങ്കിൽ പാർട്ട്ണർക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ലാഭത്തിന്റെ വിഹിതം, ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ദെൻ ഡെബിറ്റ് സൈഡിൽ നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനുള്ള ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന് മേലെയുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അങ്ങോട്ട് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ അത് ഇവിടെ കാണിക്കണം. ദെൻ വിഡ്രോവൽ ഓഫ് ക്യാപിറ്റലിൽ നിന്ന് എന്തെങ്കിലും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കണം, ഇവിടെ കാണിക്കണം. ഇത് കഴിഞ്ഞാൽ ഇത് ബാലൻസ് ചെയ്യും. ആ ബാലൻസ് ആണ് ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് നെക്സ്റ്റ് ഇയറിൽ എന്തായിട്ട് വരുന്നത്, ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പൊ നോക്കൂ, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഏതിൽ തന്നെയാണ് കാണിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഒന്ന് നോക്കാം. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിന്റെ ഫോർമാറ്റിൽ ഇവിടെ 2 അക്കൗണ്ടുകളുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കൂ, ഒന്ന് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ആദ്യം നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ ഉള്ള ബാലൻസ് അത് കാണിക്കുന്നു. ദെൻ അഡീഷണൽ ക്യാപിറ്റൽ വല്ലതും ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നു. ദെൻ ഇവിടെ ക്യാപിറ്റലിൽ നിന്ന് വല്ലതും പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഡ്രോയിങ്സ് അല്ല, ഈ ഡ്രോയിങ്സിന് പ്രത്യേകം പറയും വിഡ്രോൺ ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന്, അങ്ങനെ ഉള്ളതാണ് ഈ വിഡ്രോവൽ.
ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ എന്ന് തന്നെയാണ് അതിന് പറയാം. സാധാരണ ഡ്രോയിങ്സ് അല്ല. സാധാരണ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിൽ നിന്ന് പിൻവലിക്കുക എന്നുള്ള അർത്ഥമില്ല. ഇവിടെ ഈ ഡ്രോയിങ്സ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ തന്നെ പറയും, ഡ്രോയിങ്സ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. ദെൻ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ ഇതിലും എന്ത് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും നോക്കൂ, കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ആദ്യം ഓപ്പണിംഗ് ബാലൻസ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആ കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എത്ര വെച്ചാൽ കാണിക്കും. പുതുതായിട്ടുള്ള സ്ഥാപനമാണെങ്കിൽ എന്തുണ്ടാവില്ല, കറണ്ട് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ബാലൻസ് ഉണ്ടെങ്കിൽ ആദ്യം ബാലൻസ് കാണിക്കുക. പിന്നെന്താണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിന്റെ സാലറി, കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന നമ്മളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ദെൻ ഇവിടെ കറണ്ട് അക്കൗണ്ടിന്റെ ബാലൻസ് ചിലപ്പോൾ ക്രെഡിറ്റ് ബാലൻസും ആവാം, ചിലപ്പോൾ എന്തോ ആവാം, ഡെബിറ്റ് ബാലൻസും ആവാം. ഏതാണോ അതിനനുസരിച്ചിട്ട് അതിന്റെ സൈഡിൽ ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ നമ്മൾ എഴുതേണ്ടി വരും. ദെൻ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ദെൻ ഷെയർ ഓഫ് ലോസ്, പ്രോഫിറ്റിന് പകരം ലോസ് ആണെങ്കിൽ, ദെൻ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബാലൻസും രണ്ട് രീതിയിൽ വരാം. ക്രെഡിറ്റ് ബാലൻസും വരാം, ഡെബിറ്റ് ബാലൻസും വരാം. അപ്പോൾ പാർട്ട്ണറുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാത്ത ബാക്കി എല്ലാ ഐറ്റംസും അതേപോലെ തന്നെ എവിടെയാണ് കാണിക്കുന്നത്, ഇവിടെയാണ് കാണിക്കുന്നത്. അപ്പോൾ കിട്ടാനുള്ളതൊക്കെ, പാർട്ട്ണർക്ക് കിട്ടാനുള്ളതൊക്കെ, കറണ്ട് അക്കൗണ്ട് ആണെങ്കിലും പാർട്ട്ണർക്ക് കിട്ടാനുള്ളതൊക്കെ ക്രെഡിറ്റ് സൈഡിലും, പാർട്ട്ണർ അങ്ങോട്ട് തിരിച്ച് സ്ഥാപനത്തിലോട്ട് കൊടുക്കാനുള്ളതൊക്കെ എവിടെയും കാണിക്കും, ഡെബിറ്റ് സൈഡിലും കാണിക്കും. ഇതാണ് ഏത്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നമുക്ക് നേരത്തെ രണ്ട് അക്കൗണ്ടുകൾ എന്താണെന്ന്, രണ്ട് മെത്തേഡുകൾ ഏതാണെന്ന് അറിഞ്ഞാൽ ഈ ഡിഫറൻസ് നമുക്ക് സ്വാഭാവികമായിട്ടും എഴുതാൻ പറ്റും. നോക്കൂ, ഒന്ന്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നാച്ചർ ഓഫ് അക്കൗണ്ട് ബാലൻസ് റിമെയിൻ അൺആൾട്ടേർഡ്, മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ അതെപ്പോഴും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞാൻ അഡ്ജസ്റ്റ്മെന്റ്, എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഏതിലാണ് കാണിക്കുന്നത്, കറണ്ട് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിലാണെങ്കിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ദെൻ അപ്പിയറൻസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെ ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും എവിടെ വരും, ബാലൻസ് ഷീറ്റിൽ വരും. എന്നാൽ ഇവിടെ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ആകെ ഒരു അക്കൗണ്ടേ ഉള്ളൂ, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രമാണ് വരുന്നത്. ദെൻ സ്പെസിഫിക് മെൻഷൻ, എന്തെങ്കിലും പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്താൽ മാത്രമേ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഉള്ളൂ. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് അക്കൗണ്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ മാത്രം ഏത് ഫോളോ ചെയ്താൽ മതി, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. എന്നാൽ സാധാരണ രീതിയിൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ ഏത് മെത്തേഡിലാണ് തയ്യാറാക്കുക, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ. അല്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശമൊന്നും ഏതിന് വേണ്ട ആവശ്യമില്ല, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ തയ്യാറാക്കാൻ വേണ്ട ആവശ്യമില്ല. ദെൻ ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൾവേസ് ഷോൺ എ ക്രെഡിറ്റ് ബാലൻസ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എപ്പോഴും എന്താണ് കാണിക്കുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മേ സംടൈംസ് ഷോ ഡെബിറ്റ് ബാലൻസ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ചിലപ്പോൾ എന്തും ഉണ്ടാവാം, ക്രെഡിറ്റ് ബാലൻസ് അല്ല, ചിലപ്പോൾ എന്തും ഉണ്ടാവാം, ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അടുത്തതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എന്താണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്? ഇവിടെ പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതാണ് ഏത്, അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ ദർ ഇസ് നോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് എന്തിനാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിന് ഉണ്ടായിട്ടുള്ള
നെറ്റ് പ്രോഫിറ്റ് പാർട്ട്നേഴ്സിന് എങ്ങനെ വീതിച്ചു കൊടുക്കണം എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ടാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ നേരത്തെ പഠിച്ച ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു പാർട്ട്ണർക്ക് കൊടുക്കാനില്ല. പാർട്ട്ണർക്ക് കൊടുക്കാനില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്, മറ്റൊന്ന് സാലറിയാണ്, മറ്റൊന്ന് കമ്മീഷനാണ്. ഏറ്റവും പ്രധാനമായിട്ട് ഈ 3 കാര്യങ്ങളും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്ഥാപനത്തിന് അതിന് മതിയായ ലാഭമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. സ്ഥാപനത്തിന്റെ ലാഭത്തിൽ നിന്നാണ്, അതായത് നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ഏതെടുത്ത് കൊടുക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും കമ്മീഷനും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ക്ലിയർ ആണ്, സ്ഥാപനത്തിന്റെ ലാഭത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഓരോ പാർട്ട്ണർക്കും കൊടുക്കാനുള്ളത് മാറ്റിവെച്ചതിന് ശേഷം ബാക്കിയുള്ള തുക മാത്രമേ ആർക്ക് വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ, പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പാർട്ട്ണർക്ക് വീതിച്ചെടുക്കുന്നതിന് മുൻപായി ഏതെല്ലാം അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെയും സാലറി, കമ്മീഷൻ മുതലായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് നടത്തണം. അത് നടത്തിയതിന് ശേഷമുള്ള തുക മാത്രമാണ് ആർക്ക് വീതിച്ചെടുക്കാൻ പറ്റുക, പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാൻ പറ്റും. ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് അത്തരം എമൗണ്ടുകൾ വീതിച്ചെടുക്കുന്നത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടാണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. നോക്കൂ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എത്ര പാർട്ട്ണർ ഉണ്ടെങ്കിലും ഒറ്റ എമൗണ്ടുകളും ഒറ്റ അക്കൗണ്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഓരോ പാർട്ട്ണർക്കും സെപ്പറേറ്റ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവില്ല, എല്ലാവർക്കും കൂടെ ഒരു ഒറ്റ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ് ഉണ്ടാവുക. ഇതിൽ ആദ്യം നോക്കൂ, ക്രെഡിറ്റ് സൈഡിലേക്ക് നോക്കൂ. ഏറ്റവും ആദ്യം നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള ബാലൻസ്, അതായത് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതുക ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് എഴുതുക. സാധനം എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. ചിലപ്പോൾ നെറ്റ് ലോസ് ആവാം, അപ്പോൾ എവിടെ വരും, ഡെബിറ്റ് സൈഡിൽ വരും. നമ്മളെ ലോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ വരും. പിന്നെ പാർട്ട്ണർക്ക് നോക്കൂ, ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് തരാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. പാർട്ട്ണർ സ്ഥാപനത്തിലേക്ക് തരാനുള്ള കാര്യങ്ങൾ, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്ണർ ആർക്ക് കൊടുക്കാനുള്ളതാണ്, സ്ഥാപനത്തിലേക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർക്കെങ്കിലും ഉണ്ടോ, എക്ക് ഉണ്ടെങ്കിൽ എ, ബിക്ക് ഉണ്ടെങ്കിൽ ബി, അത് രണ്ടും കൂടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്തിടും. എത്ര പാർട്ട്ണർക്ക് ഉണ്ടോ അത്രയും പാർട്ട്ണറുടെ ഇവിടെ ടോട്ടൽ ചെയ്ത് ഇടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവില്ല, എല്ലാം ഒറ്റ അക്കൗണ്ടാണ് കാണിക്കുക. ദെൻ പിന്നെ നോക്കൂ, ഡെബിറ്റ് സൈഡിലേക്ക് ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. എത്ര പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടോ അത് ഇവിടെ കാണിക്കും ടോട്ടൽ ചെയ്തിട്ട്. സാലറി ഉണ്ടെങ്കിൽ സാലറി, ഏത് പാർട്ട്ണർക്കാണോ സാലറി, ഇനി ഒന്നിലധികം പാർട്ട്ണർക്ക് സാലറി ഉണ്ടെങ്കിൽ രണ്ടാളെ പേര് എഴുതിയിട്ട് ടോട്ടൽ എമൗണ്ട് കാണിക്കും. ദെൻ കമ്മീഷനും അതുപോലെ തന്നെ. അടുത്തതായിട്ട് റിസർവ് ആണ്. റിസർവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഭാവിയിലെ ആവശ്യത്തിന് നീക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അത്തരം എമൗണ്ട് നീക്കി വയ്ക്കാറുണ്ട്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, റിസർവ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ നീക്കി വെക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം. പിന്നെന്ത് ചെയ്യും, ഇത്രയും സാധനങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ, ഐറ്റംസ് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണോ ബാലൻസ് വരുന്നത് ആ ബാലൻസ് തുക, അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ലാഭമാണ്. ആ ലാഭം ആർക്ക് വീതിച്ചു കൊടുക്കും, പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയതിന് ശേഷമുള്ള ലാഭമാണ് ആർക്ക് വീതിച്ചെടുക്കാനുണ്ടാവുള്ളൂ, പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാനുണ്ടാവും. അതിന് വേണ്ടി തയ്യാറാക്കുന്ന അക്കൗണ്ട് ആണ് ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്. പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിന് മേലെ നമ്മൾ ഇൻട്രസ്റ്റ് സ്ഥാപനം കൊടുക്കാറുണ്ട് സാധാരണഗതിയിൽ. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറയുകയാണെങ്കിൽ അത്തരം ഇൻട്രസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. എത്രയാണോ ക്യാപിറ്റൽ അതിന്റെ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞ പ്രകാരമുള്ള ഇൻട്രസ്റ്റ് ആണ് കൊടുക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് എന്നാണെന്ന് നോക്കണം. ഒരു ഫുൾ ഇയറിലേക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇപ്പൊ 50,000 രൂപയാണ് ക്യാപിറ്റൽ വെച്ചാൽ 50,000 ഇൻറ്റു 10% ഇൻട്രസ്റ്റ്, 50,000 ഇൻറ്റു 10/100 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു ഫുൾ ഇയറിലേക്ക് ഇല്ല, ആകെ 8 മാസമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 8 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി. ഇവിടെ അത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. ഫുൾ ഇയറിലേക്ക് ഉണ്ടെങ്കിൽ എത്രയാണോ ടോട്ടൽ എമൗണ്ട് ഇൻറ്റു ആ പെർസെൻറ്റേജ്. അതല്ല ഒരു ഫുൾ ഇയറിലേക്ക് അല്ല എങ്കിൽ
എത്ര മാസമാണെന്ന് വെച്ചാൽ അത്രയും മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റു റേറ്റ് ഡിവൈഡ് ബൈ 100 ഇൻറ്റു ടൈം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. 2 മാസമാണെങ്കിൽ 2/12, 5 മാസമാണെങ്കിൽ 5/12, 10 മാസമാണെങ്കിൽ 10/12. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ ഏതുമായി ബന്ധപ്പെട്ടിട്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട്. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ പോലെയല്ല, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കുറച്ചുകൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ കാൽക്കുലേഷനും വ്യത്യസ്ത രീതികളിലാണ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു പാർട്ട്ണർ പിൻവലിക്കുന്ന തുക എത്രയാണോ ആ തുകയ്ക്ക് മേലെ സ്ഥാപനത്തിൽ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന പൈസയാണ് എന്ത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അല്ലെങ്കിൽ സ്ഥാപനം വാങ്ങിക്കുന്ന തുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അത് 3-4 കേസുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൽ ഒന്നാമത്തെ കേസ്, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവരി മന്ത്. എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്ന സാഹചര്യമാണെങ്കിൽ, എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്നത് ഒരു കേസാണെങ്കിൽ, ഇനി അത് തന്നെ എല്ലാ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് പിൻവലിക്കുന്നത് തന്നെ 3 രീതിയിലാവാം. ഒന്ന്, എല്ലാ മാസവും പിൻവലിക്കുന്നത് ഒരു മാസത്തിന്റെ ആദ്യത്തിലാവാം, ബിഗിനിങ് ആവാം, ആ മാസത്തിന്റെ അവസാനത്തിലാവാം, ആ മാസത്തിന്റെ മിഡിലും ആവാം. അപ്പൊ നോക്കൂ, ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് പിൻവലിക്കുന്നതെങ്കിലും അത് 3 രീതിയിലാവാം. ഒന്ന്, മാസത്തിന്റെ തുടക്കത്തില്, മാസത്തിന്റെ അവസാനത്തില്, മാസത്തിന്റെ മധ്യത്തില്, ഇടയിൽ പിൻവലിക്കാം. അപ്പോൾ മിഡിൽ എന്ന് പറഞ്ഞാൽ 15th of every month എന്നാണ് അർത്ഥം. ഇവിടെ നോക്കൂ, ഒരു പാർട്ട്ണർ പിൻവലിക്കുന്നത് എല്ലാ മാസവും ആ മാസത്തിന്റെ തുടക്കത്തിലാണെങ്കിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര മാസത്തേക്കാണ്, 6.5 മാസത്തേക്ക്, 6.5 മാസത്തേക്കാണ് എന്നർത്ഥം. തുടക്കത്തിലാണെങ്കിൽ എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, 6.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അവസാനത്തിലേക്കാണെങ്കിൽ 5.5 മാസത്തേക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. മിഡിലാണെങ്കിൽ എത്ര മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, 6 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ബിഗിനിങ്ങിൽ 6.5 മാസത്തേക്ക്, എൻഡിലാണെങ്കിൽ 5.5 മാസത്തേക്ക്, മിഡിലാണെങ്കിൽ 6 മാസത്തേക്ക്. ഇതാണ് ഇതിന്റെ ആദ്യത്തെ കാൽക്കുലേഷൻ. വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ ക്വാർട്ടർലി. ക്വാർട്ടർലി എന്ന് പറഞ്ഞാൽ 3 മാസം കൂടുമ്പോഴെന്നാണ് അർത്ഥം. അതായത് ഒരു വർഷത്തിൽ 4 ക്വാർട്ടറുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഓരോ ക്വാർട്ടറിലെയും തുടക്കത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ 7.5 മാസവും, ഓരോ മാസത്തിലും ക്വാർട്ടറിന്റെ അവസാനത്തിലാണ് പിൻവലിക്കുന്നതെങ്കിൽ 4.5 മാസത്തേക്കുമാണ് എന്ത് കാണേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്വാർട്ടറിന്റെ തുടക്കത്തിലാണെങ്കിൽ 7.5 മാസത്തേക്കും, അതായത് 3 മാസം കൂടുമ്പോൾ തുടക്കത്തിലാണെങ്കിൽ 7.5 മാസത്തേക്കും, 3 മാസം ആവുമ്പോൾ അവസാനത്തിലാണെങ്കിൽ 4.5 മാസത്തേക്കും കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്തത്, when varying amounts are withdrawn at different intervals. വ്യത്യസ്ത എമൗണ്ടുകൾ വ്യത്യസ്ത സമയങ്ങളിലാണ് പിൻവലിക്കുന്നത് എങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുക. പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിൻവലിച്ചതിന്റെ മൊത്തം പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, തുക കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ തുകയുടെ മേലെ ഒരു മാസത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെന്റ് ഇന്റർവെൽസിൽ ഡിഫറെന്റ് എമൗണ്ട്, വേരിയിങ് എമൗണ്ട് ആണ് പിൻവലിക്കുന്നതെങ്കിൽ ആ മൊത്തം എമൗണ്ടിന്റെ, അതായത് ആ പ്രൊഡക്റ്റിന്റെ ഒരു മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ.